എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു നാടൻ പലഹാരമായ മധുരസേവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ മധുരസേവ ഉണ്ടാക്കുന്നത് പോലെയല്ല ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഈ മധുരസേവയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലുള്ള ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിന് 3 ഗ്ലാസ് കടലമാവ്, 1.5 ഗ്ലാസ് അരിപ്പൊടി, ഇത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പൊടിയാണ്. 2 സ്പൂണ് എള്ളെടുത്തിട്ടുണ്ട്. എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ എടുക്കണ്ട, അല്ലെങ്കിൽ അളവ് കുറച്ചെടുക്കാം. 1 സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്, ഏലക്കാപ്പൊടി, പിന്നെ ആവശ്യമുള്ളത് കുറച്ച് ഉപ്പ്, നെയ്യ്, പിന്നെ വറുക്കാൻ ആവശ്യത്തിന് എണ്ണ. ഒരു പാത്രം എടുത്ത ശേഷം അതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള കടലമാവ്, അരിപ്പൊടി, എള്ള്, ജീരകം, ഉപ്പ്, 2 സ്പൂണ് നെയ്യ്, എല്ലാം കൂടെ ചേർത്ത് ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. മാവ് കുഴയ്ക്കുന്നതിന് മുൻപ് കയ്യിൽ സ്വല്പം എണ്ണയോ നെയ്യോ ഒന്ന് തടവുന്നത് നല്ലതാണ്. മധുരസേവ ഉണ്ടാക്കാനുള്ള ചില്ലെടുക്കുമ്പോൾ ഏറ്റവും വലിയ ഹോളോട് കൂടിയ ചില്ല് നോക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ മധുരസേവയ്ക്ക് ഇച്ചിരി കനം കാണത്തുള്ളൂ. കുഴച്ച മാവ് പരുവാണോ എന്നറിയാൻ വേണ്ടി ഒന്ന് പിഴിഞ്ഞു നോക്കാം. നന്നായിട്ട് വരുന്നുണ്ട്. ഇനി സേവനാഴിയിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം. മധുരസേവ ഉണ്ടാക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് മാവ് പിഴിഞ്ഞു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് വേണം മാവ് പിഴിയാൻ. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി കോരി മാറ്റാം.
ഇപ്പോൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മധുരസേവയുടെ വലിപ്പത്തിന് ഒടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം ഇതേ വലിപ്പത്തിൽ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. 1.5 ഗ്ലാസ് പഞ്ചസാര ചേർക്കാം. 1.5 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 3/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. ഇതിനി പാനിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. പഞ്ചസാര പാനി കുറുകിയിട്ടുണ്ട്, നൂൽപ്പരുവായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം വറുത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അല്ലെങ്കിൽ വറുത്ത് വെച്ചതിലേക്ക് പഞ്ചസാര പാനി ഒഴിച്ച് യോജിപ്പിച്ചെടുത്താലും മതി. പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഇതിൽ കോട്ടായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.